ദിലീപ് കേസ് കോടതി പോലും ദിലീപിനെ വെറുതെ വിട്ടിട്ട് ചില ആളുകൾ ദിലീപിനെ വെറുതെ വിടില്ല. ചില ഈ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ കുറെ മാധ്യമ പ്രവർത്തകർ ദിലീപിനെ തൂക്കിക്കൊള്ളണം. ഇപ്പോ കോടതി പറയുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന്, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ കോടതിക്ക് മേലെയാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ സജി നന്ദിയാട്ട് പിന്നെ ഒരു ചർച്ചയിൽ വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ ശ്രുതി പറ്റിക്കാരനോട് ചോദിക്കുന്നത്, നാണമുണ്ടോ നിങ്ങൾക്ക്, ലേശം ഉളുപ്പുണ്ടോ, ഈ റിപ്പോർട്ടർ ചാനൽ കേരളത്തിന് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് സംസാരിക്കുകയാണ്. മാത്രമല്ല ദിലീപ് ഈ കേസ് വരുന്നതിന്റെ അന്ന് ദിലീപിന്റെ വീട്ടിലെ കക്കൂസിൽ വരെ റിപ്പോർട്ടർ ചാനൽ ഡ്രോൺ വെച്ചു. ദിലീപ് ബാത്റൂമിൽ പോകുന്നതും ഇറങ്ങുന്നതും കുളിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതൊക്കെ ഇവർക്കൊക്കെ നാണമുണ്ടോ സാർ? മാധ്യമങ്ങൾ ഇപ്പോ കിടപ്പറയിൽ വരെ പിന്നെ ക്യാമറയും കൊണ്ട് കയറാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ. പക്ഷേ ഇവരുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഡ്രോണുകളും കൊണ്ട് പലരും പോയാൽ പലരും തലയിൽ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥ വരില്ലേ? ദിലീപിനെ പറയാനൊക്കെ ഇവർക്ക് എന്താ യോഗ്യത? ഇവർ ഏത് അതിജീവിതയോടൊപ്പം നിൽക്കുന്നു എന്നാ പറയുന്നേ? കേരളത്തിലെ പാപ്പരാസി ജേർണലിസത്തിന്റെ, പാപ്പരാസി മാധ്യമ പ്രവർത്തനത്തിന്റെ കൊടിയടയാളം പേറുന്നവരാണ് ഈ ചാനൽ, റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ അസറ്റുകളെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടൊരു അന്വേഷണം ED നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവരുടെ വ്യാജങ്ങളുടെ വിളനിലം നമുക്ക് ദൃശ്യമാകും. മരം വെട്ടിയും തടി വെട്ടിയും അനധികൃതമായിട്ട് കാടിനകത്ത് കയറി മരം മുറിച്ചു. അതുപോലെ തന്നെ വ്യാജ ചെമ്പോലകൾ, അതും ശബരിമലയെക്കുറിച്ച് തന്നെ, ശബരിമല എന്ന് ഞാൻ അടിവരയിട്ട് ഈ സമയത്ത് പറയുകയാണ്, നിർമ്മിച്ചതിൻ്റെയും ധാരാളം അസ്ഥികൂടങ്ങൾ അവരുടെ അലമാരകളിൽ ധാരാളമായിട്ട് കണ്ടെത്താൻ കഴിയും. സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞത് ഷേക്സ്പിയർ ഈ റിപ്പോർട്ടർ ചാനലിനെ ഉദ്ദേശിച്ചാണോ എന്നെനിക്കിപ്പോൾ സംശയം. അതുപോലത്തെ ഒരു മാധ്യമ പ്രവർത്തന പന്ഥാവാണ് അവർ പിന്തുടരുന്നത്. എല്ലാവരും അങ്ങ് പരിശുദ്ധമായ പന്ഥാവാണെന്നല്ല പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ആ വിഭവങ്ങൾ ആ രീതിയിലാണ്. ആയിക്കോട്ടെ, എന്നിരിക്കെ ഈ ദിലീപിനെതിരെ ഏറ്റവും വലിയ കുരിശുയുദ്ധം നടത്തിയത് ഇവർ തന്നെയാണ്. ഏറ്റവും വലിയ മാധ്യമ വേട്ട. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് ദിലീപിനെ തൂക്കിലേറ്റുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ സമാഹരിക്കുന്ന പ്രക്രിയയിലായിരുന്നു. ഇതിൽ നിന്നൊക്കെ ആവേശഭരിതയായിട്ടാവാം DGP ആയിരുന്ന സന്ധ്യ അവർ യൂണിഫോമിൽ തന്നെ പോയിട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തൊരു ഹീറോയിനാവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ കയ്യിൽ ഒരു തെളിവുമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ജയിലിൽ അടച്ച ശേഷം ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു പോലീസ് എന്നാണ് പറയുന്നത്. അതപ്പോൾ ഒരു സ്പേസ് തുറന്നു. ആ സ്പേസിലേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ശേഖരിച്ച് സംഭാവന ചെയ്ത, വ്യാജ ചെമ്പോല പോലെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമല്ലോ, സംഭാവന ചെയ്ത ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോൾ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക, 2 ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, ഈ വർഷം തന്നെ അർജന്റീനിയൻ താരമായിട്ടുള്ള, ഫുട്ബോളിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള, കാലിൽ ദൈവത്തിൻ്റെ ഒപ്പ് ചാർത്തിയ ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് വ്യാജമാണെന്ന് തെളിഞ്ഞല്ലേ? അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി വ്യക്തമല്ലേ? അത് വിശ്വാസ്യതയില്ലാത്ത ഒരു ചാനൽ മാത്രമാണ്. വെറുതെ ക്രെഡുലസ് ആയിട്ടുള്ള, വിശ്വാസശീലരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു ചാനൽ. അതിനെ നമ്മൾ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഞാൻ സജി നന്ദിയാട്ടിനോട്, സിനിമയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, എൻ്റെ സുഹൃത്തുവെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നു? കോട്ടയത്ത് എനിക്ക് സിനിമ വഴി അറിയില്ലെങ്കിലും കോട്ടയത്ത് പബ്ലിക് കോളേജ് എന്ന് പറയുന്ന നല്ല രീതിയിൽ നടത്തുന്ന ഒരു കോളേജ്. കാരണം ഒരു രക്ഷകർത്താവിനെ പോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരാളാണ് അദ്ദേഹം. അരിക്കൊമ്പന് വേണ്ടിയും അവിടെ കോട്ടയത്ത് അദ്ദേഹം അരിക്കൊമ്പന് വേണ്ടിയിട്ടും ഒരു സംഗമം സംഘടിപ്പിച്ച ആളാണ്. അപ്പോൾ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾ എന്തിനാ ഇതിലെ ഈ റിപ്പോർട്ടർ ചാനലിനെ ഗൗരവത്തിലെടുക്കുന്നത്? അവർക്കൊക്കെ മറുപടി പറയാൻ പോകുന്നതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ അന്തിച്ചർച്ചയ്ക്കുമൊക്കെ അതിനകത്ത് പോകുന്നതുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനൽ ഇത്രയധികം പോപ്പുലാരിറ്റി ആർജിക്കുന്നത്. അത് നിർത്തണം, ബോയ്ക്കോട്ട് ചെയ്യണം. പാപ്പരാസി ജേർണലിസത്തെ ആരെങ്കിലും ബഹുമാനിക്കും? അറിയാമല്ലോ, ഡയാന രാജകുമാരിയുടെ അന്ത്യത്തിൽ കലാശിച്ച മാധ്യമ പ്രവർത്തനം, അന്തം വിട്ട ജേർണലിസമാണ് അവർ നടത്തിയത്. അന്തം വിട്ട ജേർണലിസം. അതുപോലെ അന്തം വിട്ട ജേർണലിസമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തേരുരുൾ പാച്ചിലിൽ സത്യം, ധർമ്മം, നീതി, നീതിബോധം എന്നിവയെല്ലാം കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഒരു ചാനലിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും കാണിക്കുന്നതിന് ജനങ്ങളും ഇതിന് ഉത്തരവാദികളാണ്. അതായത് അവിടെ പോയി ആഗോള സംഗമത്തിൽ ചതുർവിഭവ സദ്യ ആസ്വദിച്ചു വന്ന ആൾക്കാരെല്ലാം പിണറായി വിജയൻ ചെയ്ത മഹാപാപത്തിൻ്റെ പങ്കാളികളായി എന്ന് പറയുന്ന ഭോക്താക്കളായവരെല്ലാം പങ്കാളികളായി എന്ന് പറയുന്നത് പോലെ ഈ ചാനൽ കാണുന്നവരും ഈ ചാനലിൽ പോയി അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കുന്നവരും എല്ലാം ഈ മഹാപാപത്തിൽ പങ്കാളികളായി തീരുകയാണ്. ആ ചാനലിൻ്റെ ഭാവം നിങ്ങളും കൂടി എന്തിനാ ഏക്കാൻ പോകുന്നത്? സജി നന്ദിയാട്ടെ, അന്തസ്സുള്ള ഏതെല്ലാം ചാനലുകൾ നിങ്ങളെ വിളിക്കുന്നു കേരളത്തിലുണ്ടല്ലോ, അങ്ങനെയുള്ളതിൽ പോയിരുന്നു പറയൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അത് വളരെയധികം താങ്കളോട് ഞങ്ങൾക്ക് ബഹുമാനവും ഉണ്ട്. കാരണം ദിലീപിൻ്റെ ഈ ജയിലിൽ കിടന്ന നാളുകളിൽ ദിലീപിന് വേണ്ടി താങ്കൾ വാദിച്ചു. ബൈജു കൊട്ടാരക്കര എതിർത്ത് പറഞ്ഞു. ഇതിൽ ഏതാണ് സത്യമെന്നറിയാതെ പിലാത്തോസിനെ പോലെ ഞാൻ ആശങ്കയുടെ നിമിഷങ്ങളിലായിരുന്നു. വാട്ട് ഈസ് ട്രൂത്ത് എന്ന് പിലാത്തോസ് ചോദിച്ചില്ലേ? യേശു ക്രിസ്തു പറയുന്നതാണോ സമൂഹം പറയുന്നതാണോ ശരിയെന്നുള്ള ഒരു വികല്പം ഉണ്ടായല്ലോ പിലാത്തോസിനും. ജഡ്ജിയാണ് പിലാത്തോസ് എന്ന് പറയുന്ന ജഡ്ജിയാണ്, യേശുവിനെ വിധിച്ച ജഡ്ജിയാണ്. അതുപോലൊരു വികല്പം എനിക്കും ഉണ്ടായി. ഇത് ബൈജു കൊട്ടാരക്കരയാണോ ശരി അതോ സജി നന്ദിയാട്ടാണ്? അപ്പോൾ ഈ കോടതിയുടെ വിധി വഴി, ഹണി എം വർഗീസിന്റെ വിധി വഴി എനിക്ക് ബോധ്യമായത് സജി നന്ദിയാട്ട് പറഞ്ഞതാണ് ശരി, ബൈജു കൊട്ടാരക്കര പറഞ്ഞത് പച്ചക്കള്ളമാണ്. ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്. അപ്പം എന്തെല്ലാം കള്ളങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ മഹാന്മാർ. ഞാൻ കോടതിയിൽ വിശ്വസിക്കുന്ന ആളാ, ഞാൻ ഹണി എം വർഗീസിൽ വിശ്വസിക്കുന്നു 100%. അതെ, വിമർശിക്കുന്നു. അവരെ വെറുതെ അല്ലല്ലോ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചു, തെളിവുള്ളവരെ മുഴുവൻ അവരുടെ കഴിവിന്റെ പരമാവധി അവരുടെ ജീവനെ മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ വെറുതെ വിട്ടോളൂ, ഞങ്ങളൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾക്ക് ദിലീപിനെ തൂക്കിക്കൊള്ളണം, പച്ചക്ക് കത്തിക്കെങ്കിലും വേണം. ആ അജണ്ട കാത്തിരിക്കുന്നവർക്ക് ഇനി അപ്പീൽ പോവാം. അപ്പീൽ പോയാലും 6 വർഷം കഴിഞ്ഞ് വീണ്ടും ഞെട്ടേണ്ടി വരും അവർക്ക്, ഒരു സംശയവും വേണ്ട അതില്. കാരണം ഒരു തെളിവുമില്ലാതെ പോയിട്ട് പണ്ട് ഞാനൊരു കഥ പറയാം, കാരണം നമ്മൾ ഈ ഗൗരവമുള്ള ചർച്ചയൊന്നും ലഘൂകരിക്കാൻ. ഒരു സ്ത്രീയെ, പ്രായമായ സ്ത്രീയാണ്, അപ്പോൾ അവരുടെ ആങ്ങള വന്ന് കഴിക്കടാ അവരുടെ ആങ്ങള എന്ന് പറഞ്ഞാൽ ഇളയ ആങ്ങള, അപ്പോൾ വന്ന് കഴിക്കടാ ആ വേണ്ട എന്ന് പറഞ്ഞാൽ പോകും. ആങ്ങളെ നല്ല പണമുള്ള ആളാണ്. ഒരു ദിവസം സഹിക്കാൻ വയ്യ, എന്നാ ഇനി പെങ്ങളുടെ ആഹാരം കഴിച്ചില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞ് കയ്യും കഴിയാ എന്നാ കൊണ്ടുപോകാന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. പായാണല്ലോ, പായും കുരണ്ടി എന്ന് പറയുന്ന പലകയൊക്കെയാണല്ലോ എന്ന് പറയുക. ഇങ്ങനെ ഇരിക്കുക പുള്ളി. ഇരിക്കുന്ന സമയത്താണ് ഒന്നും വെച്ചില്ല എന്നുള്ളത് ഈ സ്ത്രീ ഓർക്കും. ഉടനെ പത്തായത്തിലേക്ക് പോയി, പത്തായം തുറന്നു നോക്കി. അവിടുന്ന് കാച്ചിലുമൊക്കെ അന്നത്തെ ആഹാരം എന്നാണല്ലോ പുഴുക്കെന്ന് പറയും, തെക്കൻ തരുക, ഇവിടെ എങ്ങനെയാ പറയുന്നത് അറിയില്ല. ആ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം മുറിച്ച് ആഹാരം എന്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ ഇതെല്ലാം കൂടെ മുറിച്ചുകൊണ്ട് പുഴുക്കാക്കാൻ, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പുഴുക്കാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയും പോയി. അതുപോലാണ് ഇതിലെ വിധി. ഇവിടെ വാസ്തവത്തിൽ DGP സന്ധ്യപ്പ എനിക്ക് ബോധ്യമാവുന്നത് ഇങ്ങനെയാണ്. പിടിച്ച് ഇദ്ദേഹത്തിനെ ജയിലിലിട്ടു. നോക്കിയപ്പോൾ തെളിവൊന്നും, അത് അന്വേഷിച്ച് പരക്കം പാഞ്ഞു. അതാണ് സംഭവിച്ചത്. തെളിവില്ലാത്ത ഒരെണ്ണത്തിന് ഞാൻ ഹണി എം വർഗീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് അവരിങ്ങനെ തൊഴുതു, അതാണ് ഒരു തെളിവ്. അവർ ദിലീപിനെ തൊഴുതെന്ന്, അവിടെ ഇരിക്കുന്ന സദസ്സിനെ മുഴുവൻ തൊഴുതെന്ന്, ദിലീപിനെ തൊഴുതെന്ന്, ദിലീപ് ഇരുന്നുകൊണ്ടാവും. ഇതുപോലുള്ള വിവരദോഷികളോട് നമ്മൾ തർക്കിക്കാതിരിക്കുക, ഇത് കേൾക്കാതിരിക്കുക. ഈ 3 കുരങ്ങന്മാരുടെ ഒരു പടം ഉണ്ടല്ലോ, കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക, പറയാം.